ഹായ് എവരിവൺ, ഒരു ക്രിയേറ്റീവ് വാട്ടർ കളർ പെയിൻറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമൽ ആർട്ടിസ്റ്റിക് വാട്ടർ കളർ കേക്ക്സ്. 18 ഷെയ്ഡ്സാണ് ഇതിലുള്ളത്. പെൻസിലൊന്നും ഉപയോഗിക്കാതെ ബ്രഷ് കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്ത ഒരു സീനറി വരയ്ക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് പേപ്പർ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ജെയ്നയുടെ 12 നമ്പർ ബ്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വാഷ് ചെയ്ത ഉടനെ തന്നെ കളർ അപ്ലൈ ചെയ്യാണ്. ചെറിയൊരു സീനറിയാണ്, ഒരു ഫോറസ്റ്റ് സ്റ്റൈലിലാണ്. ഫോറസ്റ്റ് വരയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോറസ്റ്റ്. ഡ്രോയിങ്ങിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫോറസ്റ്റ്, മരങ്ങൾ ഒരുപാട് വരയ്ക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് അതേപോലെ ഒരു ക്രിയേറ്റീവ് പെയിൻറ്റിങ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് സാപ്പ് ഗ്രീനാണ് ആദ്യം വാഷ് ചെയ്തെടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള ഒരു വാഷിങ്ങാണ് കൊടുക്കുന്നത്. ഇത് എന്താവോ എന്തോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. നന്നായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേപ്പർ പൊതിർന്ന് പോകുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ സാപ്പ് ഗ്രീനും കുറച്ച് എമറാൾഡ് ഗ്രീനും ഇടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതലായി എടുത്തുകൊണ്ട് തന്നെ ഞാൻ വാഷ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് കളർ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടെ സ്പ്രെഡായിട്ട് ഒരു ടെക്സ്ചർ കിട്ടും. അതിനുവേണ്ടി കളർ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ടാപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡാർക്ക്നെസ് വേണ്ട ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ടും അല്ലാത്തടത്ത് വളരെ ലൈറ്റായിട്ടും വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കളർ കൂടുതൽ എടുത്ത് പോകരുത്. ഇനി കുറച്ച് പേപ്പർ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി ഇത്തിരി ലെമൺ യെല്ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദൂരക്കാഴ്ചക്ക് നമ്മൾ ലൈറ്റ് കളേഴ്സാണല്ലോ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ലെമൺ യെല്ലോ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മരങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളർ ഉപയോഗിച്ചുകൊണ്ട്. വാട്ടർ ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലോപ്പായി പോകുന്ന കരുതി പെയിൻറ്റിങ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് പറയണേ.